വിഷൻ പ്രോയെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ട സംഗതി അതിൻ്റെ ദൃശ്യാനുഭവമാണ്. ഫെബ്രുവരി 2024 റിലീസായ ഈ പ്രൊഡക്റ്റ് റിവ്യൂവേഴ്സിൻ്റെ വളരെയധികം പ്രശംസകൾ ഏറ്റുമായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ പ്രീമിയം പ്രൊഡക്റ്റാണത്. സ്റ്റണ്ണിങ് ഡിസ്പ്ലേ, എന്താ പറയുക, ദൃശ്യാനുഭവമാണ്. മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് ആണ്. നമ്മളുടെ വിർച്വൽ ലോകത്തെ നമ്മളുടെ യഥാർത്ഥ ലോകവുമായി സമ്മേളിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് അതിൻ്റെത്. ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2023-24 കാലഘട്ടങ്ങളിൽ നമ്മളുടെ ലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറേ ഡിവൈസുകളുണ്ട്. മൊബൈൽ ഫോണിന് പകരമാകും എന്ന് പ്രതീക്ഷിച്ച പല ഡിവൈസുകളുണ്ട്. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഡിവൈസുകളുണ്ട്. ഈ ഡിവൈസുകളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്, നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്, നമ്മുടെ കാഴ്ച അനുഭവത്തെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ കുറേ ഡിവൈസുകൾ 2023-24 കാലഘട്ടങ്ങളിൽ നമുക്ക് ലോകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു ഡിവൈസിനെ പറ്റി സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പേരാണ് ആപ്പിൾ വിഷൻ പ്രോ. വിഷൻ പ്രോയെ പറ്റിയിട്ട് നമുക്കറിയാമല്ലോ, ആപ്പിൾ പ്രൊഡക്റ്റുകൾ ഇറക്കാൻ പോകുമ്പോൾ തന്നെ അതിൻ്റെ റൂമേഴ്സ് ഉണ്ടാവും, എങ്ങനെയായിരിക്കും അത് ഉണ്ടാവുക, അതിൻ്റെ ഡിസൈനിനെ പറ്റി, അതിൻ്റെ OSനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ചർച്ചകൾ മുമ്പേ തന്നെ ഉണ്ട്. പക്ഷേ ആക്ച്വലി ഈ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യപ്പെട്ടത് ഫെബ്രുവരിയിലാണ്, 2024 ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്, യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഏപ്രിലാവുമ്പോഴാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഒരുപാട് ആളുകൾ അത് ഉപയോഗിക്കേണ്ടതുണ്ട്. അത് റിലീസായതിനു ശേഷം അതിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട് ആളുകൾ എന്ത് പറയുന്നു എന്ന വിഷയത്തിൽ എനിക്കൊരു അഭിപ്രായം അറിയേണ്ടതുണ്ടായിരുന്നു. മാത്രമല്ല, ആപ്പിൾ വിഷൻ പ്രോ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ മെറ്റാ ക്വസ്റ്റ് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റുണ്ട്. മെറ്റാ ക്വസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മറ്റ് VR ഹെഡ്സെറ്റുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് വാങ്ങി ഉപയോഗിച്ചിട്ടൊരു റിവ്യൂ പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല, സോറി. പക്ഷേ ധാരാളം മലയാളത്തിൽ ധാരാളം യൂട്യൂബേഴ്സ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലോകത്താകമാനം ആളുകൾ, ധാരാളം യൂട്യൂബേഴ്സ് അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ശേഷം എനിക്കതിൽ നിന്ന് മനസ്സിലായ സംഗതി നിങ്ങളോട് പങ്കുവെക്കാം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര നാൾ വെയിറ്റ് ചെയ്തത്. ഓക്കെ, ദെൻ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. വിഷൻ പ്രോയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് അതിൻ്റെ മൈക്രോ OLED ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ദൃശ്യാനുഭവം എന്ന് പറഞ്ഞാൽ സ്റ്റണ്ണിങ് ഡിസ്പ്ലേ, എന്താ പറയുക, ദൃശ്യാനുഭവമാണ്. ഈ സംഗതി ഒരു വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് അല്ല, ഇതൊരു മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് ആണ്. VR അല്ല, MR എന്ന് പറയും. മിക്സഡ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിർച്വൽ ലോകത്തെ നമ്മളുടെ യഥാർത്ഥ ലോകവുമായി സമ്മേളിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് അതിൻ്റെത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആപ്പിൾ വിഷൻ പ്രോ പ്രവർത്തിക്കുന്നത് വിഷൻ OSലാണ്. iOS 17.4.1 ആണ് ഇപ്പോൾ ആപ്പിളിൻ്റെ ഡിവൈസുകൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 17.5 റിലീസ് ചെയ്യാൻ പോകണം. ഇതിൽ പ്രവർത്തിക്കുന്ന OSൻ്റെ പേര് വിഷൻ OS എന്നാണ്. വിഷൻ OS ഇല്ല. എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു വിഷൻ പ്രോ ഹെഡ്സെറ്റ് ധരിച്ചിട്ട് നമ്മളൊരു പ്രതലത്തിലേക്ക് നോക്കുമ്പോൾ ആപ്പിളിൻ്റെ ആപ്ലിക്കേഷനുകൾ, iOSൻ്റെ ആപ്ലിക്കേഷനുകൾ ആ പ്രതലത്തിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ മറ്റൊരു ഡിസ്പ്ലേ സഹായമില്ലാതെ ആ പ്രതലത്തിൽ നമുക്ക് കാണാൻ കഴിയുകയും ഈ ആപ്ലിക്കേഷനുകളെ നമ്മളുടെ കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ കഴിയുകയും അല്ലെങ്കിൽ നമ്മുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പിൻ ചെയ്തുകൊണ്ട് ഓപ്പൺ ആക്കാൻ കഴിയുകയും ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തന രീതിയിൽ. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സഫാരി ബ്രൗസർ ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മളതിൽ അതിങ്ങനെ പിൻ ചെയ്തതിന് ശേഷം ആ ബ്രൗസറിനെ നമുക്കങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സൈഡിലോട്ട് വെക്കാം. അപ്പോൾ ആ നമ്മുടെ സൈഡിലെ വിൻഡോയിൽ സഫാരി ഉണ്ടാവും. അപ്പോൾ അതേസമയം നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ യൂട്യൂബ് കൈ ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ട് ഓപ്പൺ ആക്കുക. അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആകും. നമുക്ക് ഫേവറേറ്റ് വീഡിയോ നമ്മൾ അടിച്ചു കൊടുക്കുന്നു, ലോഡ് ചെയ്യുന്നു. വീഡിയോ പ്ലേ ആവുന്ന സമയത്ത് നമുക്കത് ഇങ്ങോട്ട് വെക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ, ഏത് ലൊക്കേഷനിലാണോ നമ്മൾ ആ വിൻഡോ വച്ചിരിക്കുന്നത് ആ ലൊക്കേഷനെ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഡിവൈസ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കാഴ്ചാനുഭവം ലഭിക്കുന്നത് അങ്ങനെയാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ സഫാരി ബ്രൗസർ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്പം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയില്ല. നമ്മൾ പുറകോട്ടേക്ക് വന്ന് നമ്മൾ അത് സഫാരി ബ്രൗസറിനെ എവിടെയാണോ പ്ലേസ് ചെയ്തത്, എവിടെ നിന്നിട്ടാണോ പ്ലേസ് ചെയ്തത് അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയതിന് ശേഷം വേണം നമ്മൾ നോക്കുമ്പോഴാണ് അത് കാണാൻ കഴിയുക. ഫെബ്രുവരി 2024 റിലീസായ ഈ പ്രൊഡക്റ്റ് റിവ്യൂവേഴ്സിൻ്റെ വളരെയധികം പ്രശംസകൾ ഏറ്റുമായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ പ്രീമിയം പ്രൊഡക്റ്റാണത്. പ്രീമിയം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആപ്പിളിൻ്റെ എല്ലാ പ്രൊഡക്റ്റും തന്നെ ഒരു കോമൺ മാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും അല്പം വില കൂടുതലാണ്.
ആ വില കൂടുതലും മറ്റൊന്നും കൊണ്ടല്ല, ആ ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി അതിനകത്തുണ്ട്, അതിന് പെർഫോമൻസിൽ ആ ക്വാളിറ്റി ഉണ്ട്, ലാഗിങ് ഇല്ല, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ആപ്പിളിൻ്റെ തന്നെ പ്രൊഡക്ട്സാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ ആളുകൾക്ക് വലിയ വലിയ അഭിപ്രായങ്ങളാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് ഇതിന് ലഭിക്കുന്നത്. നമ്മളുടെ വിരലുകളുടെ ചലനം ഉപയോഗിച്ചുകൊണ്ട്, കണ്ണുകളുടെ ചലനം ഉപയോഗിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ആപ്പിൾ വിഷൻ പ്രോയുടെ ഏറ്റവും വലിയ പരിമിതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ വില തന്നെയാണ്. സാധാരണക്കാരന് വാങ്ങാൻ സാധിക്കുന്ന വിലയ്ക്കും അപ്പുറമാണ്. സത്യത്തിൽ അത് US മാർക്കറ്റിലാണ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് അത് എന്ന് ലോഞ്ച് ചെയ്യപ്പെടും എന്നുള്ള വിഷയത്തിൽ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒന്നുമില്ല, പക്ഷേ പല ലീക്കുകളും ഉണ്ട്. ഇന്ത്യയിലെ യൂട്യൂബേഴ്സ് അതിൻ്റെ റിവ്യൂ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് US നിന്നും മറ്റും കൊണ്ടുവന്നിട്ടാണ് ആ ഉൽപ്പന്നത്തെ റിവ്യൂ ചെയ്തത്. അതുകൊണ്ട് തന്നെ US അവൈലബിൾ ആയിട്ടുള്ള പല ആപ്പുകളും നമുക്കിവിടെ പ്രവർത്തിക്കുന്നില്ല. പല ആപ്പുകളും നമുക്കിവിടെ പരിമിതിയുണ്ട്. iOS വിഷൻ OS ഇന്ത്യയിൽ ആ OS ഇപ്പോൾ പ്രവർത്തിപ്പിക്കുമ്പോൾ എല്ലാ ആപ്പുകളും പ്രവർത്തിക്കുന്നില്ല എന്നൊരു റിവ്യൂ വന്നിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യ തുടക്ക സ്റ്റേജിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിന് ഇത് ഉപയോഗിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ബാറ്ററിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ധരിക്കുന്ന ഒരു ഉപകരണമാണല്ലോ. അപ്പോൾ ഒരു ബാറ്ററി ഡിവൈസ് കൂടെ ഇതിൽ തലയിലോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൾക്കും തലയ്ക്കും കഴുത്തിനും കൂടുതൽ സ്ട്രെയിൻ നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ആപ്പിൾ അതിനെ മറ്റൊരു എക്സ്റ്റേണൽ ബാറ്ററി വേണ്ടിയാണ് കണക്ട് ചെയ്യുന്നത്. നമ്മുടെ പോക്കറ്റിലൊക്കെ വെക്കാൻ കഴിയുന്ന 2 മണിക്കൂർ ലൈഫ് കിട്ടുന്ന ഒരു എക്സ്റ്റേണൽ ബാറ്ററി വെച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധിക നേരം ഈ ബാറ്ററിയും കൊണ്ട് ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് എത്രത്തോളം കംഫർട്ടബിൾ ആണ് എന്ന വിഷയത്തിൽ സംശയമുണ്ട്. പക്ഷേ ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്, ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നു, ട്രാഫിക്കിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. നടന്നു പോകുമ്പോൾ തന്നെ ഈ ആളുകൾ കൈകൊണ്ട് ഇങ്ങനെ പിഞ്ച് ചെയ്തുകൊണ്ട് നടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ കാരണവന്മാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്ത് പറ്റി ഈ കുട്ടിക്ക് എന്ന് ചോദിക്കുന്ന രീതിയിൽ ആളുകൾ ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ പെരുമാറുന്ന പല ലൈഫിൻ്റെ പല സ്റ്റേജിൽ പെരുമാറുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഗ്ലോബൽ ലോഞ്ചിനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ എല്ലാം തന്നെ അൺസർട്ടൺ ആണ്. ആപ്പിളിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടൊന്നും നമുക്ക് ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് വരെയുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇതൊരു മിക്സഡ് റിയാലിറ്റി മാജിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ വെച്ചാൽ നമ്മളുടെ വിർച്വൽ ആയിട്ടുള്ള നമ്മുടെ സംഗതികളെ നമ്മുടെ യഥാർത്ഥ ലോകവുമായി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. അതൊരു ഇന്നോവേറ്റീവ് സംഗതിയാണെന്ന് പറയാതെ പോയി ആപ്പിളിൻ്റെ വലിയൊരു റവല്യൂഷണറി സ്റ്റെപ്പാണ് ആ വിഷയത്തിലുള്ളത്. സ്റ്റണ്ണിങ് എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് വീഡിയോ ഗെയിമൊക്കെ കളിക്കുമ്പോൾ കിട്ടുന്നത്. എന്നെ ചിന്തിപ്പിച്ചൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം മൂവ്മെൻറ്റ്സ് ആവശ്യമായ പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കണ്ണിന് വലിയ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്നാണ് പറയുന്നത്. കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഒരു സംഗതി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മളുടെ ഡിസ്പ്ലേയിലേക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം നമുക്ക് മനസ്സിലാവും. അതേസമയം തന്നെ ഒരു ഡിവൈസ് നമ്മളിങ്ങനെ വെയർ ചെയ്തുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിപ്പിക്കുക, അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം കംഫർട്ടബിൾ ആണ് എന്നുള്ളതിൽ സംശയമുണ്ട്. ആപ്പിൾ വിഷൻ പ്രോ എന്ന് പറയുന്നത്, കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ, ആപ്പിൾ വിഷൻ പ്രോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭാവിയെ നോക്കിക്കൊണ്ടുള്ള ഒരു റവല്യൂഷണറി സ്റ്റെപ്പാണ്, ഏർലി സ്റ്റേജാണ്. കയ്യിൽ ധാരാളം ക്യാഷുള്ള ആളുകൾക്ക് ഏകദേശം ഇന്ത്യൻ റുപ്പിയിൽ 2,80,000 ഒക്കെ അതിൻ്റെ വില വരുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അത്രയും ക്യാഷൊക്കെ ഉള്ള ആളുകൾക്ക് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കഴിയുന്ന, ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഗതി തന്നെയാണ്. എന്നാലും പരിമിതികൾ ഉള്ളതോടൊപ്പം തന്നെ ഭാവി അത് വളരെയധികം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. സാങ്കേതികവിദ്യ, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പുതിയ ഹാർഡ്വെയർ സംവിധാനങ്ങളും സമ്മേളിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ദൈനംദിന ജീവിതത്തെ ടെക്നോളജി വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാക്കുമെന്ന് പറയാതെ വയ്യ. എന്തായാലും ഇത്രയും നമ്മളുടെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ദെൻ ബൈ, ടാറ്റാ.